ആദ്യം തന്നെ പരിശുദ്ധ ദൈവമാതാവിന് നന്ദി പറയുന്നു. എനിക്ക് സാക്ഷ്യം പറഞ്ഞുള്ള എക്സ്പീരിയൻസ് ഇല്ല. ആദ്യമായിട്ടാണ് സാക്ഷ്യം പറയുന്നത് ജീവിതത്തിൻ്റെ ആദ്യം തന്നെ. എൻ്റെ പേര് ലിജോ ജോയി, വൈഫിൻ്റെ പേര് മോനിഷ, ഞങ്ങൾക്ക് കിട്ടിയ കുഞ്ഞിൻ്റെ പേര് നദാനിയ. ഞാൻ പത്തനംതിട്ട ജില്ല, ഇലവന്തിട്ട ആണ് എൻ്റെ സ്ഥലം. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെയാണ് സാക്ഷ്യം പറയുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു പോരായ്മ കാണും. എനിക്ക് കിട്ടിയ മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 10 വർഷമായി. ഇതുവരെയായിട്ടും ഈ കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒത്തിരി ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വീട് ജപ്തി ചെയ്യുകയും അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് കുഞ്ഞുങ്ങളില്ലായിരുന്നത്. ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുറേ പൈസകളൊക്കെ പോയായിരുന്നു. അങ്ങനെ ഞാൻ യാദൃശ്ചികമായിട്ട് ഒരു സാക്ഷ്യം കേൾക്കാൻ എനിക്ക് ഇട വന്നു. അപ്പോൾ അതെൻ്റെ മനസ്സിൽ ഒത്തിരി സ്പാർക്കുണ്ടായി. കാരണം എന്തുകൊണ്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തുകൂടാ എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നായിരുന്നു. കാരണം ഞാൻ അത്രയ്ക്ക് യോഗ്യനൊന്നുമല്ല, എന്നാലും ഒത്തിരി കുറവുകളുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ ഉള്ളിൽ നിന്നും ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് ഒരു ധാരണയോ ഒന്നുമില്ലായിരുന്നു, എങ്ങനെ ചെയ്യണമെന്നൊന്നും. ഞാൻ ഒരു ദിവസം ഇതുപോലെ തന്നെ വൈഫിനോട് പറഞ്ഞ് രാവിലെ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നു. എനിക്കറിയത്തില്ലായിരുന്നു എന്തോ ചെയ്യണമെന്നൊന്നും. ഇവിടെ ചോദിച്ച രീതിയിൽ തന്നെ ഉടമ്പടി എടുത്ത് നമ്പർ കിട്ടി. ഞാൻ 2023 നവംബറിലാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഞാൻ പോയി എന്നും രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. രാവിലെ ഇവിടുത്തെ പ്രാർത്ഥനയുണ്ട്, വൈകിട്ടും പ്രാർത്ഥനയുണ്ട്. അവിടെ ജപമാല ചെല്ലുമായിരുന്നു. കുഞ്ഞുങ്ങളില്ലാതെ കഴിഞ്ഞപ്പോൾ ഞാൻ തൈലം കൊണ്ട് എന്നും വൈകിട്ട് ഇവിടെ ഉദരത്തിൽ കുരിശ് വരച്ചു. വിശ്വാസപ്രമാണം അച്ഛൻ പറഞ്ഞായിരുന്നു, വിശ്വാസം പ്രമാണം ചൊല്ലി കുരിശ് വരയ്ക്കണമെന്ന്, തൈലം എടുത്ത് കുരിശ് വരയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതുവഴി ഞാൻ 3 മാസവും ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. അങ്ങനെ 3 മാസം ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഒരു ചെറിയ നിരാശയുണ്ടായി. കാരണം ഇനി ഞാൻ എടുത്ത രീതി ശരിയായോ അതോ എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ മാർച്ച് മാസം 15-ാം തീയതി കഴിഞ്ഞപ്പോൾ ഇതുപോലെ പീരീഡ് വരുന്നില്ല. അപ്പം ഞങ്ങൾക്കൊരു സംശയം. അപ്പോൾ ഞാൻ വന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു സ്ട്രിപ്പ് മേടിച്ചിട്ട് വന്ന് ചെക്ക് ചെയ്തപ്പോൾ പോസിറ്റീവാണ്. ഒത്തിരി സന്തോഷമുണ്ടായി. പക്ഷേ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം നേരത്തെ 2 പ്രാവശ്യം അബോർഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പോസിറ്റീവ് ആകുമെന്നുള്ള വിശ്വാസം വന്നില്ല. അപ്പം ഇന്ന് വിശ്വസിക്കാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അപ്പം നമ്മുടെ ഒരു സുഹൃത്ത് ഡോക്ടറുണ്ട്. ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റിനകത്ത് എങ്ങനെ റിസൾട്ട് എന്നുള്ളത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണ്, ആവശ്യത്തിനുള്ള കൗണ്ടും ഉണ്ട്. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഇത് ഓക്കെയാണ്, റെസ്റ്റ് എടുത്താൽ മതി എന്നുള്ളത്. അപ്പോൾ തന്നെ എനിക്ക് എന്ത് പറയണമെന്നറിയത്തില്ലായിരുന്നു. കാരണം ഒരു കുഞ്ഞുങ്ങളില്ലാതെ കഴിയുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയാം. ഒത്തിരി ഭാരപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് എന്തോ, കാരണം മാതാവ് അതുപോലെ എന്നെ എന്ന് പറഞ്ഞാൽ താങ്ങി. കാരണം എനിക്കത് വാക്കുകൊണ്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ മാതാവ് കുഞ്ഞിനെ പൂർണ്ണമായി ഈ പറഞ്ഞതിൻ്റെ കൂടെ ഞാനപ്പോൾ അന്ന് മാതാവിനോട് സാക്ഷ്യം പറഞ്ഞായിരുന്നു. മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു, മാതാവേ ഞാൻ വന്ന് സാക്ഷ്യം പറയാം, കുഞ്ഞിനെയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞായിരുന്നു. ആദ്യം മുതൽ തന്നെ ഉദരത്തിൽ തൈലം പൂശുമായിരുന്നു. അപ്പം ഗർഭിണിയായിരുന്ന സമയത്തും ഞാൻ തൈലം പൂശുമായിരുന്നു. അപ്പം പലരുടെയും കാര്യങ്ങൾ കേൾക്കും. അപ്പോൾ കുഞ്ഞിന് ഉദരത്തിൽ തന്നെ വൈകല്യമോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മാനസികമായിട്ടൊരു പേടിയുണ്ടായിരുന്നു. കാരണം 9 വർഷമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അങ്ങനെ മാനസികമായിട്ടൊരു പേടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിന് നമ്മുടെ പൈസ ഇല്ല, സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ,
അതുപോലെ തന്നെ ഇന്ന് ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ തൈലം പൂശുമായിരുന്നു. തൈലം പൂശി ഞാൻ എന്നും വിശ്വാസം പ്രമാണം ചൊല്ലിയ തൈലം പൂശിക്കൊണ്ടിരുന്നത്. പക്ഷെ ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോഴും എനിക്കെല്ലാം പോസിറ്റീവാണ് കിട്ടിക്കൊണ്ടിരുന്നത്. 5-ാം മാസത്തിൽ ചെയ്തപ്പോഴും 5-ാം മാസത്തിലറിയാം. 5-ാം മാസം ചെയ്യുമ്പോൾ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യവാനാണെന്നോ എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റുണ്ട്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴും പൂർണ്ണ ആരോഗ്യവാനാണെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അങ്ങനെ നവംബർ 2024 നവംബർ 12-ാം തീയതി കുഞ്ഞ് ജനിക്കുന്നത്. കുഞ്ഞ് ജനിച്ചപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ടൊരു കുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് ദൈവം തന്നത്. അതിന് തന്നെ ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയും. അതുപോലെ തന്നെ എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മദ്യപാനം ഉണ്ടായിരുന്നു. അപ്പം ഈ ഉടമ്പടി എടുക്കുന്നതോടുകൂടി എനിക്കത് മദ്യം പൂർണ്ണമായി ഒഴിവാക്കാനുള്ളൊരു കൃപ എനിക്ക് കിട്ടി. കാരണം മദ്യപാനം പിന്നെ ഉപയോഗിക്കുന്നതും എന്ന് പറഞ്ഞാൽ അത് ടേസ്റ്റ് ചെയ്യുന്നത് പോലും എനിക്ക് പറ്റുന്നില്ല. കാരണം നേരത്തെ ഒരു ആസക്തി ഉണ്ടാകും. കാരണം മദ്യപാനികൾക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഒരു ആസക്തി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു പൂർണ്ണമായിട്ടും എനിക്ക് മാറ്റാൻ പറ്റി. കാരണം എനിക്ക് പിന്നെ അത് വേണമെന്നുള്ള താല്പര്യമില്ല. പിന്നെ ഇന്ന് വരെയും ഞാനത് ഉപയോഗിച്ചിട്ടുമില്ല. പിന്നെ അതോടെ തന്നെയാണ് ഞാൻ 1 വർഷത്തിന് മുമ്പ് കാനഡയ്ക്ക് വേണ്ടി ഒരു പേപ്പർ വർക്ക് ചെയ്തായിരുന്നു. ഒരു സുഹൃത്ത് മുഖേനയാണ്. എനിക്ക് കുറച്ച് പൈസ പോയായിരുന്നു ആ വഴി തന്നെ. ഏതെങ്കിലും രീതിയിൽ കര കയറാൻ പറ്റുമെങ്കിൽ കയറട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ട്രൈ ചെയ്തത്. ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുന്നായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഞാൻ മാതാവിനോട് അന്നേരം പറഞ്ഞായിരുന്നു, മാതാവേ എൻ്റെ പൈസ ഇല്ല, ഇത് നടക്കുമെങ്കിലോ നടന്നില്ലെങ്കിലോ മാതാവിൻ്റെ ഹിതം അനുസരിച്ച് എനിക്ക് നടപ്പിലാക്കി തരണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞ് അതും ഞാൻ ഉടമ്പടിയിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതും ഇതുപോലെ തന്നെ മാർച്ച് മാസം ലാസ്റ്റോട് കൂടി അത് ഫേക്കാണ്. അപ്പോൾ കൂടെ ഉള്ളവർ ഒത്തിരി പൈസ പോയി. എൻ്റെ അത്രയും പോയില്ലെങ്കിലും എൻ്റെയും കുറേ പൈസ പോയി. പക്ഷേ അത് ഫേക്കാന്നുള്ളത് മാതാവ് എനിക്കത് വെളിപ്പെടുത്തി തന്നു. അതിന് തന്നെ മാതാവിന് വളരെയധികം നന്ദി ഞാൻ പറയുന്നു. പിന്നെ അതുപോലെ തന്നെയാണ് എനിക്ക് അച്ഛനോട് പറയാനൊരു കാര്യമുണ്ട്. എൻ്റെ ലോക്കറ്റ്, കാരണം എൻ്റെ നേരത്തെ ചെറിയ ഇരുന്ന ഒരു ഗോൾഡിൻ്റെ ഒരു മാലയായിരുന്നു. അപ്പോൾ ആ മാലയിലായിരുന്നു ഞാൻ ഈ ലോക്കറ്റ് കൊളുത്തിയിട്ടിരുന്നത്. അപ്പോൾ ഈ ലോക്കറ്റ് കൊളുത്തിയിട്ട് കഴിഞ്ഞപ്പം എനിക്കത് അറിയത്തില്ലായിരുന്നു. കാരണം എന്നോട് അച്ഛൻ പറഞ്ഞായിരുന്നു ഈ ലോക്കറ്റ് കൊളുത്തിയിടണം. അപ്പം ഈ ഉടമ്പടി എടുത്ത പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ ലോക്കറ്റ് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവരും പേഴ്സിനകത്ത്, കാരണം ഞാൻ പേഴ്സ് അധികം ഉപയോഗിക്കത്തില്ലെങ്കിലും ഞാനപ്പോൾ ഈ മാലയിൽ കൊളുത്തിയിട്ടിരുന്നു. ഉടമ്പടി കാശുരൂപമാണ്. അപ്പോൾ ഞാനത് കൊളുത്തിയിട്ട് കഴിഞ്ഞപ്പം കുറേ കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് മാല പൊട്ടിക്കാൻ ഇടവന്ന്. അത് ഈ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മാല പൊട്ടിക്കാൻ ഇടവന്ന്. അങ്ങനെ ഒരു 2-3 ആഴ്ച ഞാൻ ഈ കാശുരൂപം ഇല്ലാതെ നടന്നു. അപ്പോൾ ഈ കാശുരൂപം ഇല്ലാതെ നടക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീലാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. കാരണം എനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാകുന്നു. മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു സഹതാപമൊന്നുമല്ല, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം, മുൻകോപമാണ്. കാരണം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എല്ലാത്തിനും അങ്ങ് ദേഷ്യമാണ്, എല്ലാവരോടും ദേഷ്യമാണ്, ആരോടും ഒരു സ്നേഹമില്ലാത്തൊരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്തുവെന്ന് എനിക്കത് മനസ്സിലായില്ല. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് എന്ന് പറഞ്ഞാൽ 3-ാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കിയപ്പോൾ എനിക്ക് തോന്നിയ എനിക്ക് ഈ കാശുരൂപം ഒന്ന് ധരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചരട് കെട്ടി ഞാൻ ഈ കാശുരൂപം ഇട്ടു. കാശുരൂപം ഇട്ട് കഴിഞ്ഞ് അന്ന് മുതൽ ഇതുവരെ ഞാൻ ഊരിട്ട് പോലുമില്ല. എനിക്ക് കാരണം ഒരു ഉള്ളിൽ തന്നെ ഒരു ഭയങ്കര ഫീലാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഫീൽ എന്താണെന്നുള്ളത്. അതുപോലൊരു സന്തോഷമാണ്. കാരണം പിന്നെ ആരുമായിട്ടുള്ള ദേഷ്യമോ കാര്യങ്ങളില്ല. ആരെങ്കിലും ഇങ്ങോട്ട് വഴക്ക് പറയാൻ വന്നാൽ പോലും ഞാനത് കേട്ടോണ്ട് നിൽക്കത്തേ ഉള്ളൂ. ആ ഒരു ഫീലാണ് എനിക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയത് ഒരു ദൈവാണ്. കാരണം നേരത്തെ അങ്ങനെ കൊന്ത ചെല്ലത്തില്ല. പള്ളിയിൽ പോകുമ്പോഴോ ആരെങ്കിലും ഒക്കെ പറയുമ്പോഴൊക്കെയാണ് ഞാൻ കൊന്ത ചെല്ലിക്കൊണ്ടിരുന്നത്. അപ്പം ദിവസവും ഞാൻ കൊന്ത ചെല്ലുമായിരുന്നു, എന്നെ കൊണ്ട് പറ്റുന്നത്. കാരണം എനിക്ക് ചെറിയ കൺസ്ട്രക്ഷൻ പണിയും ഒരു ചെറിയ വെൽഡിങ് വർക്ക്ഷോപ്പുമാണ്, ചെറിയ രീതിയിൽ തൊഴിലെടുത്ത് പോകുന്നത്. അപ്പോൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഈ കൊന്ത ചെല്ലുമായിരുന്നു. ഈ വർക്കിനോട് ഇരിക്കുന്ന സമയത്തൊക്കെയാണ് കൊന്ത ചെല്ലുന്നത്. ഈ കൊന്ത ചെല്ലുമ്പോഴും ഈ കൂടുതൽ ഒരു പ്രാർത്ഥനയുടെ ഒരു അരൂപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുറവ് എനിക്ക് കിട്ടി. കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ഒരു ഫീല് കിട്ടി. ആ ഫീല് കിട്ടുമ്പോൾ തന്നെ അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഉപവാസം എടുക്കണമെന്ന്. അപ്പോൾ ഞാനത് ശനിയാഴ്ചയാണ് ഉപവാസം എടുക്കുന്നത്. ശനിയാഴ്ച ഉപവാസം എടുത്തിട്ട് ഞാൻ അങ്ങനെ യാദൃശ്ചികമായിട്ട് ആദ്യം പോയി 2-3 ദിവസം ഒരു നിത്യാരാധന ചാപ്പലുണ്ട്, കുറച്ച് ദൂരെയാണ്. ഞാൻ അവിടെ പോയി 1 മണിക്കൂർ ഇരിക്കും, അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും.
മൗനമായിട്ടിരിക്കത്തേ ഉള്ളൂ, കൂടുതലായിട്ടുള്ള പ്രാർത്ഥനയൊന്നുമില്ല. മൗനമായിട്ടിരുന്നിട്ട് കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കും. പക്ഷേ അത് ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നു. പക്ഷെ അതോടുകൂടി എനിക്ക് മനസ്സിലായത്, നമ്മൾ ഈ ഭൂമിയിൽ എന്തുമാത്രം ഉണ്ടാക്കിയാലും, കോടികൾ എന്ന് പറഞ്ഞാൽ കോടികൾ ഉണ്ടാക്കിയാലും, കാരണം എനിക്ക് വസ്തുവില്ല, ഞാൻ വാടക താമസിക്കുന്നെങ്കിലും കോടികൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുകൊണ്ട് ഒരു മെച്ചമില്ലെന്നുള്ള മനസ്സിലായി. കാരണം ഒരു നിത്യജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു നിത്യജീവൻ വേണം. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മേളിൽ സ്ഥലം മേടിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മൾ ഈ ഭൂമിയിൽ സ്ഥലം മേടിച്ച് കോടികൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരു അർത്ഥമില്ലെന്നുള്ളതിൻ്റെ ഒരു ഫീല് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. മനസ്സെന്ന് പറഞ്ഞാൽ എനിക്ക് വെളിപ്പെടുത്തി കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ സ്വപ്നത്തിൽ എനിക്കതിൻ്റെ ഒരു വെളിപ്പെടുത്തൽ കിട്ടി. കാരണം ഞാൻ ആരോടും ഷെയർ ചെയ്തിട്ടില്ല ഇത് ഇന്ന് വരെ. വൈഫിൻ്റെ അടുത്ത് പോലും ഞാൻ പറഞ്ഞില്ല. ഒരു വെളുപ്പിന സമയമാണ്. എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വർഗത്തിൻ്റെ ഒരു ഫീലായിരുന്നു. ഒരു ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ്, ഇവിടുത്തേതിനെക്കാട്ടിലും ഭയങ്കര ഹാപ്പിനെസ്സാണ്. പക്ഷേ എനിക്ക് അതങ്ങോട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നില്ല അതെന്തുവാന്നുള്ളത്. ഞാൻ ആരുമായിട്ട് ഷെയർ ചെയ്യാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല, അത്രയ്ക്കുള്ളൊരു ഫീലായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ഒരു മഹത്വം എനിക്ക് വെളിപ്പെടുത്താൻ കിട്ടി. പിന്നെ മാതാവുമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റിയത് തന്നെ എനിക്ക് വളരെ ഒരു സന്തോഷമായിട്ട്, അല്ലെങ്കിൽ ഒരു കൃപയായിട്ടാണ് ഞാനിപ്പോൾ തോന്നുന്നത്. അതുപോലെ തന്നെയാണ് ജോലിയുടെ. കാരണം എനിക്ക് നേരത്തെ കൺസ്ട്രക്ഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്ര ആൾക്കാരൊന്നും എനിക്ക് പബ്ലിസിറ്റിയോ വലുതായിട്ടൊന്നും അറിയാവുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. അതുതന്നെ കാരണം ജോലിക്ക് അങ്ങനെ വിളിക്കത്തില്ല. അറിയാം, ജോലി ചെയ്യുന്ന മേഖലകളിലൊക്കെ നിൽക്കുന്നവർക്ക് അറിയാം. കാരണം നമ്മൾ പല പരസ്യങ്ങൾ കൊടുത്തും പല ആൾക്കാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ടിട്ടാണ് നമുക്ക് ഒരു ചെറിയൊരു തൊഴിലായാലും നമ്മളൊരു വർക്ക് പിടിക്കുന്നത്. കാരണം ഇതുവരെ ഈ ഉടമ്പടി എടുത്ത ഇത്രയും വർഷത്തിനിടെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അങ്ങോട്ട് പോയി ഒരാളോടും ഒരു ജോലി ചോദിക്കാൻ പോയിട്ടില്ല. മാതാവ് ഒരു വർക്ക് തീരുമ്പോൾ എനിക്ക് അടുത്ത വർക്ക് ഓട്ടോമാറ്റിക് എങ്ങനെ വരുന്നതെന്ന് പോലും അറിയത്തില്ല. ദൈവത്തിൻ്റെ കൃപയാലാണ്, എങ്ങനെ നടക്കുന്ന അറിയത്തില്ല. അതുപോലെ തന്നെയാണ് കാരണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പള്ളിയുടെ വർക്ക്. എന്നാൽ വലിയ പള്ളി അല്ലെങ്കിൽ ഒരു ചെറിയ പള്ളി, ഒരു പള്ളിയുടെ വർക്ക് എനിക്ക് ഏറ്റെടുക്കാൻ പറ്റി. അതിപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതെനിക്കൊരു ഭയങ്കര അനുഗ്രഹമായിപ്പോയി. അത് വർക്ക് കിട്ടിയത് തന്നെ, അത് എങ്ങനെ കിട്ടിയെന്ന് തന്നെ എനിക്കറിയത്തില്ല. അത് മാതാവിൻ്റെ ഒരു കൃപയല്ലാതെ വേറെ ഒന്നുമല്ല. അതെനിക്ക് 100% പറയാം. അത് മാതാവിൻ്റെ ഒരു കൃപ തന്നെയാണ് ആ വർക്ക് കിട്ടിയത്. അത് ഇപ്പോഴും പുരോഗമിക്കുന്നു. പക്ഷേ അതെങ്ങനെ ചെയ്യണമെന്ന്, അതെങ്ങനെ ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. അതൊക്കെ കറക്റ്റ് മാതാവ് ആ സമയങ്ങളിൽ എനിക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അത് കാരണം അവിടുത്തെ അച്ഛന് മാത്രമേ അറിയത്തുള്ളൂ. അച്ഛനോട് ഞാനത് ഷെയർ ചെയ്യുന്നത്, ഇന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് മാതാവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ആ രീതിയിലാണ് ഞാൻ ഇപ്പോഴും ആ വർക്ക് ചെയ്യുന്നത്. കാരണം ഞാനൊരു എഞ്ചിനീയർ അല്ല, ഞാൻ വെറും ഒരു 10ാം ക്ലാസ്സുകാരനാണ്. പണ്ട് മുതലേ ഞാൻ ഈ പണികൾക്ക് പഠിക്കുന്ന കാലം മുതലേ ഞാൻ പണിയാണ്. എനിക്ക് ഫാദർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പണ്ട് മുതലേ പണിയാണ്. പിന്നെ ITIയിൽ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ. ഞാൻ എഞ്ചിനീയറോ വലിയ ആർക്കിടെക്റ്റോ ഒന്നും അല്ല. എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു അനുഭവം, ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ എനിക്ക് ആ രീതിയിൽ. പക്ഷേ അതിനേക്കാളൊന്നും പറയാൻ പറ്റാത്തതിലും 10 മടങ്ങാണ് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. കാരണം ഒന്നും അറിയാത്തവന് പെട്ടെന്ന് വെളിപ്പെടുത്തി കിട്ടുന്നെന്ന് പറയുമ്പം അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത. കാരണം അത് ഒരാൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരാൾ പറഞ്ഞു തരുമ്പോൾ ആൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടല്ലേ നമ്മുടെ അടുത്ത് പറഞ്ഞ്, അല്ലെ നമ്മുടെക്കാട്ടിലും എന്താ പറയുക എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ നമുക്ക് പറഞ്ഞു തരുന്നേ എന്നുള്ളതിനൊരു തിരിച്ചറിവ് ബോധമുണ്ടല്ലോ. പക്ഷേ അങ്ങനല്ല. ഇത് നമുക്കൊന്നും അറിയാതിരിക്കുമ്പോൾ തന്നെ, എനിക്കൊന്നും അറിയാതെ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ സ്വപ്നത്തിൽ എനിക്കത് വെളിപ്പെടുത്തി തരും. ഇങ്ങനെ വേണം, അതങ്ങനെ ചെയ്യണം. പക്ഷെ അതൊരു ഭയങ്കര മിറക്കിളാണ്. അത് എങ്ങനെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരണമെന്നൊന്നും എനിക്കറിയത്തില്ല. പരിശുദ്ധ ദൈവമാതാവ് എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹം, കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സാക്ഷ്യം പറഞ്ഞ എക്സ്പീരിയൻസ് ഇല്ല. ആദ്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ സാക്ഷ്യം പറയുന്നത് തന്നെ. ഒരു വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധ ദൈവമാതാവ് തന്നത്. ഇതുവരെയും ഞാനിപ്പോൾ ഈ എടുത്ത ഉടമ്പടികളിലെല്ലാം ഞാൻ പിന്നെ ആവശ്യങ്ങളൊന്നും എഴുതാറില്ല. ഇന്ന ആവശ്യം വേണമെന്നൊന്നും ഞാൻ എഴുതാറില്ല. പരിശുദ്ധ അമ്മയോട് ഇത്രേ പറയുന്നുള്ളൂ, പരിശുദ്ധ അമ്മേ, സ്വർഗീയ മഹത്വം എനിക്ക് കൂടുതൽ വെളിപ്പെടുത്തി തരണമെന്ന് മാത്രമേ ഈ സാക്ഷ്യം വരെയും എന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടി, പുതുക്കുന്ന ഉടമ്പടി വരെ ഞാൻ എഴുതിയിട്ടുള്ളൂ. കൂടുതലായിട്ടൊന്നും എഴുതാറുമില്ല, വേണ്ട ആവശ്യങ്ങളെക്കുറിച്ച് എഴുതാറില്ല. പക്ഷേ ഒരു മിറക്കിളാണ് ഇത്. കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയാതെ തന്നെ എല്ലാം നടന്നു പോകുന്നുണ്ട്. മാതാവിനൊരു 1000 നന്ദി പറയുന്നു. 1000 നന്ദി.